വിജയ്, ധർമ്മസ്ഥല ഒരുപാട് വാദങ്ങളുമായി ഒരു ശുചീകരണ രംഗത്തെത്തുന്നു. ഇപ്പോ വലിയ ടിസ്റ്റൊക്കെ വരുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒടുക്കത്തെ ടിസ്റ്റ് ഈ ഹൈന്ദവരെ തകർക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ഹൈന്ദവ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഒരു ശബരിമല വരുമ്പോൾ ശബരിമല വിഭാഗത്തിൽ ഇത് മലയരയുടെ ക്ഷേത്രമാണ്. അതിൻ്റെ 18 പടി പൊളിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. പൊളിച്ചതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മലയരയുടെ സഭ ഭാഗമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പൊളിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കാണൂല. ഇപ്പോൾ ഈ ധർമ്മസ്ഥല പോലെ ആയിരിക്കും അത്. പക്ഷേ ഇത് പൊളിക്കണം, അവിടെ കുറച്ച് പോലീസുകാരെ കയറ്റി ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളെയും കയറ്റണം. യുവതികളെ കയറ്റണം. സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട്, യുവതികളെ കയറ്റണം. പിന്നെ നമ്മുടെ ശ്രീപത്മനാഭ ക്ഷേത്രം അവിടുത്തെ രാജാവ് കൊള്ളയടിച്ചതാണ് ജനങ്ങളെ, അങ്ങനെയുള്ള വാദങ്ങൾ. പിന്നെ ആശ്രമങ്ങൾ, മാതാമൃതാനന്ദമയ ആശ്രമം അറിയാം. ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ ഒരു ആവേശം വെറുതെ കൊണ്ടുവന്നു ഇന്റർവ്യൂ. ഇവരൊക്കെ ഈ സഭയ്ക്കും ഈ പറയുന്ന മൊല്ലാഖന്മാർക്കൊക്കെ എതിരെ ഇങ്ങനെ ഒരു ആവേശമൊന്നും കാണിക്കില്ല. കാരണം വോട്ട് ബാങ്ക് ആണല്ലോ ഇവിടെ. അങ്ങനെ അന്ന് VS അച്യുതാനന്ദൻ ഇതിനെതിരെ സംസാരിച്ചിരുന്നു. അമൃതാനന്ദമയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവർക്ക് VSനോടുള്ള ദേഷ്യവും. പിന്നെ കോയമ്പത്തൂർ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ആശ്രമത്തിൽ പോലീസുകാരെ കയറ്റിയിറക്കി. അവിടെ അവയവ കടത്തുണ്ട്, മനുഷ്യ കടത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പൊളിഞ്ഞടങ്ങി. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇത് തെളിയണമെന്നൊന്നുമില്ല. ഒരു നാറ്റക്കേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരുത്തനെ ഒരു വ്യാജ കേസിൽ പിടിച്ചോണ്ട് പോയി, ഒരു മോഷണ കേസിൽ. അപ്പം നമ്മൾ എന്തായിരിക്കും നാട്ടിൽ പറയുന്ന, മോഷണ കേസിൽ പിടിയിലായവൻ, പിന്നെ കോടതി ഇവനെ വെറുതെ വിടും, നിരപരാധിയാണെന്ന് അറിയുമ്പോൾ വെറുതെ വിടും. ഇത് എത്ര പേര് അറിയും? കുറച്ച് പേരെ അറിയുള്ളൂ. എല്ലാവരും പറയുന്നത് ആ മോഷണ കേസിൽ പിടിയിലായ ചന്ദ്രൻ എന്ന് പറയും, അല്ലേ? അങ്ങനെ എനിക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്, കള്ളൻ ചന്ദ്രൻ എന്ന പേരും വരും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സംഭവം. ഏത് ക്ഷേത്രമാണെങ്കിലും ഇത് മറ്റേ 100 പെമ്പിളരെ കുഴിച്ചിട്ട സ്ഥലമല്ലേ, ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ക്ഷേത്രം എന്നൊക്കെയുള്ള ഒരു ഖ്യാതി ഉണ്ടാക്കുക. അപ്പൊ ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ അവിടെ തെളിയിക്കണം ഇതൊന്നും അല്ല അവിടെ. പിന്നെ അപ്പൊ ഇപ്പോൾ നമ്മളിത് അന്നേ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇത് ഗൂഢാലോചനയാണ്. അപ്പൊ ഈ ഗൂഢാലോചന എന്ന് പറയുമ്പം സുഡാപ്പികൾ കമന്റ് ഇടുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഹിന്ദുക്കളും ഇതിൽ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഹിന്ദുക്കളുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്, നല്ലൊരു കാര്യമാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത്. അതായത് ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് വന്ന് പറയുന്നത്, പക്ഷെ അർജുനൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്നില്ല. ശരി, എല്ലാം ഭഗവാനല്ലേ പറയുന്നതെന്ന് കേൾക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ കൃഷ്ണൻ, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഹിന്ദുവിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. പറയുന്നത് അന്ധമായി വിശ്വസിക്കില്ല. അവസാനം കൃഷ്ണൻ പറയുന്നത് എന്താണ്, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിനക്ക് തോന്നുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ രീതിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞത് എന്താണ്, കുഴിച്ചു നോക്കും. ഇപ്പം നമ്മുടെ സമാധി, മറ്റേ ഗോപൻ സ്വാമിയുടെ സമാധി ഹിന്ദുക്കളല്ലേ കൂടുതലും പറഞ്ഞത്, അത് പൊളിച്ചു നോക്കെന്ന് പറഞ്ഞത്. കാരണം എന്താ, അത് ഹിന്ദുവിന്റെ അടിസ്ഥാന സ്വഭാവം. അത് മറ്റൊരു മതക്കാർക്കും അത് കാണാൻ കഴിയില്ല. പിന്നെ കന്യാസ്ത്രീ ഇത് വന്നപ്പോൾ പറഞ്ഞ ക്രിസ്ത്യാനികളെല്ലാം തന്നെ പറഞ്ഞത് അവരെ പുറത്താക്ക്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞു ഇത് കോടതിയുടെ വിധി വരട്ടെ, എന്താണ് സത്യാവസ്ഥ എന്ന് അറിയട്ടെ. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാര്യം വന്നപ്പോൾ കന്യാസ്ത്രീകൾ അദ്ദേഹത്തെ പൊതിഞ്ഞു മൂടി സംരക്ഷിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഈ മതത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. സെക്യുലറിസം ആയിക്കോട്ടെ, ഈ പറയുന്ന മതേതരത്വം ആയിക്കോട്ടെ, എന്തായാലും അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾക്ക് മാത്രമേ അത് ഉള്ളൂ. അതൊരു സത്യമാണ്. അത് പറയുമ്പോൾ അംഗീകരിച്ചേ പറ്റൂ, കാരണം സത്യമാണത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഒരു പുതിയ ജിഹാദാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ പല തരത്തിലുള്ള ജിഹാദ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നർക്കോട്ടിക്സ് ജിഹാദ്, ലവ് ജിഹാദ്, ഇവിടെ റിയൽ എസ്റ്റേറ്റ് ജിഹാദ്, ഇൻട്രൊഡ്യൂസിങ് റിയൽ എസ്റ്റേറ്റ് ജിഹാദ്. അതായത് ഇത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നത് ഓർമ്മയുണ്ടായിരുന്നു, സുജാത ഭട്ട്. ഇവർ പറയുന്ന ആദ്യം പറഞ്ഞത് ഇവര് ഈ CBIയുടെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ CBIയിലൊന്നും ജോലി ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. ഈ CBIയുടെ ഫുൾ ഫോം പിന്നീട് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ട് കണ്ടു. CBIയുടെ ഏത് ഫുൾ ഫോം ആണെന്നുള്ളത്. അപ്പൊ പിന്നെ ഇവരുടെ ഇപ്പൊ ഈ പറയുന്നവർക്ക് ഈ ഇവരുടെ മകളുണ്ടല്ലോ, എന്താണ്, അനന്യ ഭട്ട് എൻ്റെ അണ്ടറിലായിരുന്നൊക്കെയാണ് നമ്മൾ മനാഫിക്ക വന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു. അപ്പൊ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ സ്ത്രീ ഇല്ല, മോളെ ഇല്ല. അങ്ങനെ ഒരു ഇത് ഏതോ പണ്ടങ്ങോ കർണാടക തന്നെ മറ്റെവിടെയോ മരിച്ചു. 25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വസന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർക്ക് ബന്ധുക്കളോ കൂടപ്പുറപ്പുകളോ ആരും ഇല്ല, അവർ അന്വേഷിച്ച് വരാനും ആരും. ഇതുപോലെ ആരെങ്കിലും അസ്ഥിയായിരിക്കും, ഏതൊരു പുരുഷന്റെ അസ്ഥിയാണല്ലോ പറഞ്ഞിട്ട് പുരുഷന്റെ അസ്ഥിയാണ്. ഇതുപോലെ ആരെങ്കിലും ഇല്ലാത്തവരുടെ അസ്ഥിയായിരിക്കും അവിടെ കൊണ്ടിട്ടതും. എന്ത് പിന്നെ ഒരു പറയുന്ന കാര്യം ഉണ്ടായിരുന്നു. അതായത് കർണാടക ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, അറിയായിരിക്കുമല്ലോ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വരാൻ വൈകിയപ്പോൾ പറഞ്ഞു, ഇന്നെന്താ വരാൻ വൈകുന്നത്, ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കണം, BJP അല്ല. അപ്പം
സ്പെഷ്യൽ അപ്പോൾ വരാൻ താമസിക്കുന്നത് അവിടെ ഇത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നാണ്. 450 ശരീരങ്ങളാണ് ഈ ശുചീകരണ തൊഴിലാളി, അതിന്റെ പേരെന്താണ്, ചിന്നയ്യ പറഞ്ഞ ഈ 450 ശരീരങ്ങൾ മാറ്റാനും പറ്റില്ല, അവിടെ കൊണ്ട് കുഴിച്ചിടാനും പറ്റൂല ഒരാഴ്ച കൊണ്ട്. ഇത് രണ്ടും പറ്റൂല അല്ലേ? അപ്പോൾ പിന്നെ ഈ ഒരാഴ്ച താമസിപ്പിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. സർക്കാരാണ് അതിന് ഉത്തരം പറയേണ്ടത്. ശരി, എന്തോ ആയിക്കോട്ടെ. അവിടെ ഈ അന്വേഷണം വരുന്നു, കുഴിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പുരുഷൻ്റെ, അത് മുഴുവൻ അസ്ഥികൂടമൊന്നുമല്ല, കുറച്ച് കഷ്ണങ്ങൾ കിട്ടുന്നു, എല്ലും കഷ്ണങ്ങൾ കിട്ടുന്നു, അത് പുരുഷൻ്റെയാണ്, മറ്റൊരിടത്തും ഒന്നും കിട്ടിയതുമില്ല. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞടങ്ങി. പിന്നെ നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ ഈ സ്ത്രീ വന്നിട്ട് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു മകളില്ല, എന്നെ യൂട്യൂബ് ചാനലിലാണ് അവർ ആദ്യം കൊടുത്തത്, എനിക്കിങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനെ എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ എന്തായാലും അത് പൊളിഞ്ഞടങ്ങി. അത് ആർക്ക് ഇനി സർക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവരെ ഇത് കഴിഞ്ഞു, ഇനി അങ്ങനെയല്ല, ഇതിൻ്റെ അന്ത്യം കണ്ടുപിടിക്കണം. ഇതാരാണ് ഈ പറയുന്ന മനാഫിനെ അങ്ങോട്ട് വിട്ടത്, ഈ മനാഫിന് എന്താണ് റോള്, അത് ഈ മനാഫ് കാരണമാണ് കേരള മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നത്. മനാഫാണ് അതിന്റെ ലിങ്ക്. മനാഫ് ഇല്ലെങ്കിൽ ഈ കർണാടകയിൽ എന്ത് മണ്ണിനടി പോയാലും കുഴിച്ചെടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നവരാണ്. മനസ്സിലായി? എന്ത് മണ്ണിനടിയിലുണ്ടെങ്കിലും കുഴിച്ചെടുക്കുക എന്നുള്ളത് കർണാടക മൊത്തം ഞാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഏതോ ഒരു നാറി പറയാനായിട്ട് ഈ ശുചീകരണ തൊഴിലാളി മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കലാപാഹ്വാനം ഏതോ എവിടെ ഇരുന്ന് ഒരു പറട്ട നാറി പറയണുണ്ട്. ശുചീകരണ തൊഴിലാളി മുസ്ലിമാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മുസ്ലിം എന്നല്ല, അവൻ ഹിന്ദു തന്നെ. അവൻ ആരെന്ന പണം വാങ്ങിച്ചോണ്ട് കാര്യം ഹിന്ദു വിരുദ്ധത പറയുന്ന ഏറ്റവും നന്നായി ഹിന്ദു വിരുദ്ധത പറയുന്നത് ഹിന്ദുവാണ്. ഹിന്ദുവിനെ കഴിഞ്ഞിട്ടേ സുഡാപ്പിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരു സത്യമാണ് കേട്ടോ. അത് സുഡാപ്പിക്കല്ല, ഹിന്ദു വിരുദ്ധത ഈ ഇതിന് നാണം കെടുത്താനും ഒക്കെ. അതിന്റെ താഴെ ആളുകൾ കമന്റോട് കമന്റ്. ആ പറഞ്ഞവൻ അവനാണെങ്കിൽ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു ബുദ്ധി വിവരമില്ലാത്തൊരു നാറിയാണ് അത് പറയുന്നത്. എല്ലാ ബ്ലണ്ടറുകൾ വിളിച്ച് പറയുന്ന ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി. അവരിന്ന് പറയുകയാണ് ശുചീകരണ തൊഴിലാളി ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അതിനെ തകർക്കാനായിട്ട്. അപ്പൊ ശുചീകരണ തൊഴിലാളിയുടെ പേര് CN ചിന്നയ്യ, അവൻ ഹിന്ദു ആണെന്നൊക്കെ പറഞ്ഞ് പുറത്തു വന്നപ്പം ഇപ്പൊ പറയണ്, ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ത് അവൻ മുസ്ലിം ആണെന്ന്. ചിന്നയ്യ എങ്ങനെ മുസ്ലിമോ? ഇനിയിപ്പോ മുസ്ലിം പേരുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. ചിന്നയ്യ അക്ബർ. ചിന്നയുടെ കാര്യമാണ് കോമഡി. ചിന്നയ്ക്ക് 3 ഭാര്യമാരുണ്ട്. ഈ പറയുന്ന 3 ഭാര്യമാരിലും അല്ലടാ, ചിന്നയ്യ ചില്ലറക്കാരനല്ല. ചിന്നയ്യ ചില്ലറക്കാരനല്ല. അത് വേറെ കാര്യം കേൾക്ക്. ചിന്നയ്യക്ക് ഈ 3 ഭാര്യമാരിലും പെൺമക്കളില്ല. അതായത് ഈ ഒരു മോളയാണല്ലോ കുഴിച്ചു മൂടി മറ്റേ പീഡിപ്പിച്ചെന്നുള്ളത്. 3 ഇല്ല പെൺമക്കൾ. അത് പിന്നീടാണ് പറഞ്ഞത്. പിന്നെ ലോൺ എടുത്തിട്ട് മുങ്ങി കിടക്കുകയായിരുന്നു. അപ്പൊ ഇവര് ഈ ലോൺ കൊടുത്തവർ ചിന്നയ്യൻ എവിടെ പോയെന്ന് നോക്കിയപ്പോൾ ഈ കണ്ട നിങ്ങൾ ആ തംബ്നെയിലിൽ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ അത് സ്ക്രീനിൽ വരുന്നുണ്ടായിരിക്കും. ആ മാസ്ക് നല്ല കിടിലമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ബാറ്റ്മാൻ എന്നൊക്കെ പറയില്ല, ബാറ്റ്മാൻ്റെ ഒക്കെ ഒരു മാസ്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ പാടും 2 V ഒക്കെ ഉണ്ട് ഇങ്ങനെ. അതായത് സത്യയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മുഖം മൂടി അണിഞ്ഞ പോരാളിയാണ്. അപ്പോൾ ഈ ലോൺ കൊടുത്തവർ എന്നാൽ ഈ ചിന്നയ്യനോടെ പോയി സ്ക്രീനിൽ തൊട്ട് ഇവർ ചായ കുടിക്കാനൊക്കെ അന്വേഷിച്ച് പോയി. ചായ കൂടെ കയറി ഇരിക്കുമ്പോൾ TV കൂടെ ചിന്നയ്യ പോകുന്നുണ്ട്, പക്ഷെ ഇവർ കാണുന്നില്ല. എന്തായാലും ഇതിൽ അവസാനമായിട്ട് പറയാനുള്ള, ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെ ഇത്തരത്തിൽ വരുന്ന ഓരോന്നും നമ്മൾ അങ്ങനെ ചെറുതായി കാണരുത്. അതായത് നമ്മളെ ഇപ്പോൾ രാജ്യത്തിനെതിരെ വോട്ട് ചോറ് നടന്നപ്പോൾ അത് ഡീപ് സ്റ്റേറ്റിൻ്റെതായിരുന്നു, അറിയായിരിക്കുമല്ലോ. ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രങ്ങളായിരുന്നു, അത് പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. അതുപോലെ മതപരമായിട്ട്, അത് പൊളിറ്റിക്കലാണെങ്കിൽ ഇത് റിലീജിയസ് ആയിട്ട് മതപരമായിട്ടുള്ള ഒരു അതായത് അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ജിഹാദ്. അതായത് ഈ സ്ത്രീ എന്താ പറയുക, പേര് സുജാത ഭട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ പറഞ്ഞത് തന്നെ കള്ളത്തിലുണ്ട്. അതും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അപ്പൂപ്പൻ്റെ ഭൂമി ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റുമായിട്ട് ഇത് കിടക്കുകയാണ്, അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതും വിശ്വസിയോഗമില്ല. അതെങ്ങനെ ഇങ്ങനൊരു ഇതുണ്ടാക്കി എങ്ങനെ ആ ഭൂമി കിട്ടും? അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശം? ഇവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത്, കർണാടക ഭരിക്കുന്ന സർക്കാർ, കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യസന്ധത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ആത്യന്തികമായിട്ട് അവർ ചെയ്യേണ്ട കാര്യം, ഇവരെ പുറത്തു കൊണ്ടുവരിക. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മനാഫിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? SDPI ഇതിനകത്തുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരെ പുറത്തു കൊണ്ടുവരിക, അവരെ എല്ലാം തുറങ്കിലടയ്ക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം.